ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി അവാർഡുകളുടെ പൊൻതിളക്കത്തിൽ നിൽക്കുന്ന നമ്മുടെ ലാൽജി സാറ് ഈ ഒരു അവസരത്തിൽ 2013 ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും ഭംഗിയുള്ളൊരു ചിത്രമാണത്. വളരെ നിറപുഞ്ചിരിയോടുകൂടിയുള്ള സാറിൻ്റെ ക്ലാസ്. ഓരോ വാക്കിലുമുള്ള എളിമയും വിനയവും വാക്ചാതുര്യവും. സാർ അന്നെടുത്ത ആ ക്ലാസ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെയും ഞങ്ങൾ അധ്യാപകരുടെയും ഹൃദയത്തിലാണ് പതിഞ്ഞത്. ഇന്നും എന്നോട് ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു ക്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി അത് തന്നെയാണ്. അതോടൊപ്പം ഈ ഒരു മഹനീയ നിമിഷത്തിൽ സാറിന് ഇൻ്റർവ്യൂ ചെയ്യുക എന്ന ആ ഒരു മഹനീയ അല്ലെങ്കിൽ ആ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചതിന് ദൈവത്തോട് വളരെയധികം കടപ്പാടുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഏറ്റവും മഹത്വം നിറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ലാൽജി സാറിനെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കോളേജ് അധ്യാപകനായി 34 വർഷം പിന്നിടുമ്പോൾ അധ്യാപന കാലഘട്ടത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. വളരെ സന്തോഷകരമായ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് നിങ്ങളോട് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 34 വർഷം എന്ന് വിളിക്കുന്നത് യുവജനങ്ങളുടെ ഒരു വൻ വിജയങ്ങളുടെ തുടക്കതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കി അല്ലെ എന്നെ ഇടവരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രത്യേകമായ കഴിവുകൾ നൽകി അനുഗ്രഹിച്ചതുകൊണ്ടാണ് 34 വർഷവും ഈ യുവജനങ്ങളുടെ വിജയത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് എനിക്ക് സാധിച്ചത് എന്നുള്ളത് യാതൊരു സംശയം. സാറിൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച വ്യക്തികളെ കുറിച്ച് ഏറെ സ്വാധീനിച്ച വ്യക്തികൾ പേഴ്സണൽ ലൈഫിലും ഔദ്യോഗിക ലൈഫിലും ഏറെ എനിക്കുണ്ട്. പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഏറെ സ്വാധീനിച്ചത് എൻ്റെ അപ്പനും അമ്മയും സഹോദരനായ ഡോക്ടർ തോമസ് കല്ലമ്പള്ളിയും ഒപ്പം എൻ്റെ ഭാര്യയുമാണ് നിഷ. അതേസമയം ഔദ്യോഗിക ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് സെൻറ് ആനീസ് ഗ്രൂപ്പ് ഓഫ് കോളേജുകൾ ആരംഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം സംഭാവന ചെയ്ത റവറൻ ഡോക്ടർ ആൻ്റണി നിരപ്പേലാണ് എന്ന് സംശയം. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ ചിന്തകളുടെ വേഗം, ചെയ്യുന്ന പ്രവൃത്തിയിലെ പെർഫെക്ഷൻ, ഇവയെല്ലാം നന്നായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ആദ്യം കോളേജ് അധ്യാപകനാകുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന റവറൻ PV ജോസഫ് എന്ന് പറയുന്ന അച്ഛൻ്റെ ചിന്തകൾ ഒരു പരിധിവരെയും എന്നെ നന്നായിട്ട് സ്വാധീനിക്കുന്നതിൽ, ബാല്യകാലങ്ങളിൽ സ്വാധീനിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. പിന്നീട് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അധ്യാപകനായി വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രൊഫസർ ബാബു ജോസഫ് നല്ല ഒരു സ്വാധീനം ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് മേഖലയുടെ കമ്മിറ്റ്മെൻറ്റ്, ഒരു നിശ്ചയ ദാർഢ്യത്തോടുള്ള പെരുമാറ്റം നല്ലൊരു സ്വാധീനം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഔദ്യോഗിക ലൈഫിലും പ്രൊഫസർ CC ജേക്കബ് എന്ന് വിളിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് മെമ്പറും ഞാൻ പഠിപ്പിച്ച ഹെൻറി ബേക്കർ കോളേജിലെ അധ്യാപകനുമായിരുന്നു. അദ്ദേഹം അന്നത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്ന പ്രൊഫസർ MK കുര്യൻ, അവരൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. കാഞ്ഞിരപ്പള്ളി കോളേജ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റായി ചെല്ലുമ്പോൾ ശ്രീ ജെയിംസ് കെ ജോർജ്, പ്രൊഫസർ ജെയിംസ് കെ ജോർജ്, ഡോക്ടർ CA തോമസ്, അതോടൊപ്പം തന്നെ പ്രൊഫസർ മാത്യു വർഗീസ്, ഡോക്ടർ സണ്ണിക്കുട്ടി തോമസ്, മെൻ്റൽ ജോസ്, ഇവരെപ്പോലുള്ള അധ്യാപകരുടെ സ്വാധീനം വളരെ വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ചും ഫസ്റ്റ് ഇയറിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചവരാണ് ഡോക്ടർ CA തോമസും പ്രൊഫസർ ജെയിംസ് കെ ജോർജ്. അത് വലിയ സ്വാധീനം ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിനം അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും വളരെ ആഴത്തിൽ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. അത് ഞാൻ എൻ്റെ 2 രീതിയിലാണ് എന്നെ കാണുന്നത്. അത് വ്യക്തിപരവും ഔദ്യോഗികപരവുമാണ്. വ്യക്തിപരം ആണ് എങ്കിൽ ഒന്നാമതായിട്ട് ഞാൻ 1990 ജനുവരി മാസം 31-നാണ് കോളേജ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ ഒന്നാം ദിവസവും അതിന് തലേന്ന് 30-ാം തീയതി ഇൻ്റർവ്യൂവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദിനമായി ഞാനതിനെ കണക്കാക്കുകയാണ്.
സ്വകാര്യ ജീവിതത്തിലെ അടുത്ത ഏറ്റവും വലിയ ദിനമായി കണക്കാകുന്നത് എൻ്റെ ഭാര്യ നിഷ കല്യാണം കഴിച്ചത് 1997 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്. അങ്ങനെ ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ 2 ദിനങ്ങൾ പേഴ്സണൽ ലൈഫിൽ എന്നെ ഏറെ അവിസ്മരണീയമാണ്. എന്നാൽ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിസ്മരണീയമായ ദിനം എന്ന് ഒരെണ്ണമുണ്ടെങ്കിൽ അത് 2015 ഞാൻ പഠിപ്പിച്ച് വളർത്തിയ കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ നേതൃത്വം കൊടുത്ത കുട്ടികൾ 100% MG യൂണിവേഴ്സിറ്റിയിൽ 100% പാസ് ആയി മാറി എന്നുള്ള ആ ദിനം ഇന്നും ഇന്നത്തെ പോലെ തന്നെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു സാധാരണ ഒരു കോളേജിന് 100% വിജയം ഡിഗ്രി ലെവലിൽ നേടിയെടുക്കുക അസാധ്യമാണ്. അപ്പോൾ 2015 100% പാസിലേക്ക് കുട്ടികളെ ഒരുപക്ഷെ ആദ്യമായും ജീവിതത്തിൽ അവസാനമായും നയിക്കാൻ സാധിച്ചത് ഈ ദിനമാണെന്നുള്ള സംശയം. കാര്യമായി ആരും ഒരു കൊമേഴ്സ് ഗവേഷണത്തെ പറ്റി ചിന്തിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ സാറ് PhD എടുക്കാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? തീർച്ചയായിട്ടും വളരെ രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒരു കോളേജ് അധ്യാപകനാകാനുള്ള കാരണം പിന്നീട് ഞാൻ പറയാം. കോളേജ് അധ്യാപകനാകുമ്പോഴും വളരെ ജീവിതത്തിൽ MCOM പഠിക്കുമ്പോൾ വളരെ ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നതാണ് ഒരു MPhil എടുക്കുക. അപ്പോൾ പേരിനോടൊപ്പം ഒരു MPhil ഉണ്ടാകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ജോലിയിൽ ഞാൻ കോളേജ് അധ്യാപകനാകുന്നത് പഠിച്ചിറങ്ങി 16-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഫർദർ ഡിഗ്രികളെ പറ്റിയൊന്നും അധികം പൊതുവെ പക്ഷേ MPhil നേടിയെടുക്കണം. അങ്ങനെ ഞങ്ങൾ 95 MPhil രജിസ്റ്റർ ചെയ്തു. അപ്പോൾ MPhilനകത്തും ഒരു പ്രൊജക്റ്റ് ഡിസർട്ടേഷൻ നമുക്കുള്ളതാണ്. അതിനെ തുടർന്ന് ഒരു PhD എടുക്കണം എന്ന ആഗ്രഹമുണ്ടാകുന്നത് ഡോക്ടർ സൺകുട്ടി തോമസും ഞാനും ഒന്നിച്ചാണ് MPhilലും PhD ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം നമുക്കൊരു PhD എടുക്കണം എന്ന ഭയങ്കരമായ ചിന്തയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് ഒന്നിച്ച് ഒരേ ഗൈഡിൻ്റെ കീഴിലാണ് ഞങ്ങൾ സാറ് കേരള യൂണിവേഴ്സിറ്റിയും ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും PhDക്ക് തുടർന്ന് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെയുള്ള ചിന്തകളും പിന്നീട് പേരിനോടൊപ്പം ഡോക്ടറേറ്റ് വയ്ക്കാം എന്നുള്ള ആ ഒരു ബോധ്യം നമ്മെ അസാധാരണമായി സ്വാധീനിച്ചു എന്നുള്ളതിനകത്ത് ഏറെ സന്തോഷത്തോടെ എനിക്കുന്നത് പറയാൻ സാധിക്കും. സാറിൻ്റെ ഈ അധ്യാപക ജീവിതത്തിലേക്ക് എത്താനുള്ളൊരു കാരണം എന്താണെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായി ഒരു ഉത്തരം പറയാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഒരു അധ്യാപകനാകാൻ ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ 1-ാമത്തെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ്. അത് ഭയങ്കര രസകരമാണ്. 1-ാമത്തെ ക്ലാസ്സിൽ റൈബൻ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ഫുള്ള് ഇൻസേർട്ട് ചെയ്ത് വളരെ പ്രൊഫഷണലായിട്ട് അധ്യാപകമാണ്. അപ്പോൾ ഇതുപോലെ അധ്യാപകനാകുവാണെങ്കിൽ റൈബൻ ക്ലാസ്സൊക്കെ വെച്ച് പോകാം എന്ന് മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടായി. പക്ഷേ അത് മുന്നോട്ട് അധികം കാലം നിന്നില്ല. തീർച്ചയായും ഒരു അധ്യാപകനാകണം എന്ന മനസ്സിൽ ഒരു ദൈവികമായ ചിന്തയോടുകൂടി തീരുമാനിക്കുന്നത് സെക്കൻഡ് ഇയർ BCom പഠിക്കുമ്പോഴാണ്. സെക്കൻഡ് ഇയർ BComൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ BComൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ വളരെ നല്ല റിസൾട്ടാണ്. അപ്പം ആ വളരെ നല്ല റിസൾട്ട് ആ കാലത്ത് ഏറ്റവും നല്ല റിസൾട്ടുകളിൽപ്പെട്ട റിസൾട്ടാണ്. അപ്പം ഞാൻ ഓർത്തു ഒരു അധ്യാപകനാകുകയാണെങ്കിൽ വളരെ നല്ലതാണല്ലോ. അങ്ങനെ സെക്കൻഡ് ഇയർ BComൽ പഠിക്കുമ്പോൾ മനസ്സിൽ തോന്നിയ അദമ്യമായ ഒരു ആഗ്രഹമാണ്. അത് ഇന്നും ആഗ്രഹം അതേ ഫേസിലെല്ലാം മനസ്സിലുണ്ട്, ഒരു കോളേജ് അധ്യാപകനായിട്ട് തീരണമെന്നുള്ളത്. കേവലം ഒരു അധ്യാപകനിൽ നിന്ന് ഒരു എഴുത്തുകാരൻ ഒരു സംഘാടകനായി മാറാനുള്ള ടേണിംഗ് പോയിന്റ് എന്താണ്? ഒരു അധ്യാപകനിൽ നിന്നും ഒരു എഴുത്തുകാരനിലേക്കുള്ള ദൂരം വളരെ വലിയ ഒരു ദൂരം തന്നെയാണ്. കാരണം ഒരു അധ്യാപകനായി സാധാരണ ഒരു ജീവിതം നയിച്ച കുട്ടികളിൽ കുറേ വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ പിന്നീട് പറഞ്ഞോളാം. അപ്പോഴാണ് ഞാൻ വളരെ ആകസ്മികമായി ബാങ്കിങ് തിയറി എന്ന് വിളിക്കുന്ന ഒരു പേപ്പർ എടുക്കാൻ വേണ്ടി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിക്കുന്നത്. ഈ ബാങ്കിങ് തിയറിയിൽ ഹൈടെക് ബാങ്കിങ് എന്ന് വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റുണ്ട്. അത് ആ വർഷത്തെ സിലബസിൽ ആഡ് ചെയ്തതാണ്. അതപ്പോൾ അത് ആർക്കും അറിയത്തില്ല അതെന്താണ്. അപ്പോൾ എനിക്ക് കിട്ടിയ സബ്ജക്റ്റിൽ നിന്നും ഇത് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യാത്രകൾ നടത്തി. അന്നുണ്ടായിരുന്ന ന്യൂ ജനറേഷൻ ബാങ്ക് ICICI ബാങ്കും സെഞ്ചുറിയൻ ബാങ്കുമാണ്. ഈ 2 ബാങ്കുകളിലെ
മാനേജറുമായിട്ട് സംസാരിച്ചു. അവർ ഹൈടെക് ബാങ്കിങ്ങിൽ എനിക്ക് പറഞ്ഞു തന്നു. ഈ ഹൈടെക് ബാങ്കിങ് പറഞ്ഞ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇത് ഒന്ന് എഴുതിയാൽ ചെറുതായിട്ടൊക്കെ എഴുതും എന്നത് പ്രത്യേകം നന്നായിട്ട് എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ ഈ ഹൈടെക് ബാങ്കിങ് എന്ന് പറയുന്നത് ബിസിനസ് ദീപികയിൽ 12 ലക്കങ്ങളിൽ ആദ്യമായിട്ട് എഴുതി. അതിൽ ആദ്യത്തെ വരുമ്പോൾ ഹാഫ് പേജാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പേരൊക്കെ അടിച്ചു വെച്ച് ആദ്യമായിട്ട് വന്നപ്പം ഒരു എക്സ്ട്രാ ത്രില്ല് മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് വന്നു. ഇത് ഭയങ്കര രസകരമായ കാര്യമാണ്. എഴുതാൻ സാധിച്ചാൽ നല്ലതുപോലെ നമുക്ക് പത്രങ്ങളിൽ വരും എന്ന് പറയുന്നത് പല കാരണങ്ങളിൽ ഒരു കാരണമായി പിന്നീട് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അത് അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടതും ജനറൽ മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അല്ലാതെ എക്സ്ട്രാ ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും തന്നെ അത് എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു സംഘാടകൻ എന്ന രീതിയിൽ ഒരു സംഘാടകൻ എന്നതിലേക്ക് വരുമ്പോൾ ഞാൻ 1985 റെവറൻഡ് ഡോക്ടർ ആൻ്റണി നിലപ്പേര് ആനക്കല്ല് പള്ളിയുടെ വികാരിയായിട്ട് എത്തുന്നത്. അപ്പം ആ വികാരിയായിട്ട് എത്തുന്ന സമയത്ത് എനിക്ക് കേവലം 18 വയസ്സ് പ്രായം മാത്രമാണുള്ളത്. അപ്പോൾ പള്ളിയിലായിട്ടും പള്ളി കേന്ദ്രീകരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അച്ഛനെ സ്കൂൾ തുടങ്ങുന്നതിനെപ്പറ്റി ചിന്തയുണ്ടാകുന്നു. അപ്പം ഞങ്ങളെ ഒക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ സ്കൂൾ തുടങ്ങുന്നത്. അപ്പം എൻ്റെ ബ്രദർ തോമസ് കല്ലാപ്പള്ളി അവിടെ എന്നോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം, അച്ഛനോടുള്ള ബന്ധം, അച്ഛൻ അസാധാരണമായ ഒരു സംഘാടകനായിരുന്നു. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഭയങ്കരമായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോകുന്നതും നമ്മൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഒരു വേഗത കണ്ടത്. ആണെങ്കിൽ സ്കൂളിൽ അന്നത്തെ കേരള ഗവർണർ വന്നിട്ടാണ് സ്കൂളിൽ ഉദ്ഘാടനം നടത്തുന്നത്. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരാഴ്ചത്തെ വലിയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം ജീവിതത്തിലേക്ക് ഭയങ്കരമായി സ്വാധീനിച്ചു. പിന്നീട് ഇതുപോലെ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് വളർന്നു വന്നു. കോളേജ് അധ്യാപകനായി ഇരിക്കെ തന്നെ ഞാൻ സെൻറ് ആനീസ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ആകുന്നത് 2012. അതിനു മുമ്പ് തന്നെ ആ കോളേജിൻ്റെ ആദ്യകാല ഫൗണ്ടർ മെമ്പർ കൂടിയായിരുന്നതുകൊണ്ട് ഞങ്ങൾ 2005 9 ബിഷപ്പുമാരെ സംഘടിപ്പിച്ച് പ്രോഗ്രാം ചെയ്തു. അതാണ് ഞാൻ ഏറ്റവും ആദ്യം മുഖ്യമായും കോർഡിനേറ്റ് ചെയ്യുന്ന വലിയൊരു പ്രോഗ്രാം. ഏകദേശം 2500 പേരെ സംഘടിപ്പിച്ച് കാര്യമുള്ള പ്രോഗ്രാമാണ്. അത് നീണ്ട ദിവസങ്ങളിലെ ഒരുക്കമാണ് അതുമായി ബന്ധപ്പെട്ടത്. പിന്നീട് 2012 ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാഞ്ഞിരപ്പള്ളിയിൽ 5000 പേരെ പങ്കെടുപ്പിച്ച പ്രോഗ്രാം. അതാണ് അസാധാരണമായ ഒരു സംഘാടക മികവിലേക്ക് വളർന്നു വരുന്നതിനുള്ള പാഠങ്ങൾ എനിക്ക് പഠിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് ജീവിത വഴിത്താരിയിലെ ഒരു ദൈവത്തിൻ്റെ കരുണയാൽ ഒരു സംഘാടകയിലേക്കുള്ള ചെറിയ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിച്ചത്. നിരപ്പേലച്ചൻ സാറ് ജീവിതത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പേരാണ് നിരപ്പേലച്ചൻ്റെ സ്വാധീനം. ഒന്ന് പറയാമോ സ്വാധീനത്തെക്കുറിച്ച്? തീർച്ചയായും നിരപ്പേലച്ചൻ എന്ന് വിളിക്കുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമാണ്. നിരപ്പേലച്ചൻ്റെ തീരുമാനങ്ങളുടെ വേഗത, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അത് തീരുമാനങ്ങളിൽ വേഗത ഭയങ്കരമായി എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും പൊതുസമൂഹം നന്നായി വളരണം എന്ന് ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ് റെവറൻഡ് ഡോക്ടർ ആൻ്റണി നിലപ്പേര്. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അദ്ദേഹം ചിന്തിച്ചൊരു പോയിൻ്റാണ്, ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമുണ്ടാവും. ആ ഒരു സ്വാധീനം, തീരുമാനങ്ങളുടെ വേഗത, പുതുമകൾ ആര് പറഞ്ഞാലും സ്വീകരിക്കാനുള്ളൊരു കഴിവ്, അത് ആധുനിക ലോകത്തിൽ കുറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നെക്കാളും കഴിവുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ചിലരൊക്കെ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കും. നിരപ്പേലച്ചൻ അങ്ങനെയല്ല. ആരെങ്കിലും കഴിവുള്ളവർ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായാൽ അവരെ ചേർത്ത് പിടിക്കാൻ, അവർ നല്ലതാണ് ചെയ്യുന്നത് എന്നെങ്കിൽ നല്ലതാണെന്ന് പറയാൻ, മോശമാണ് എന്നുണ്ടെങ്കിൽ അത് മോശമായി പോയെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ് നിരപ്പേലച്ചനുണ്ടായിരുന്നു. എന്നെ ഏറെ പിന്തുണയ്ക്കുകയും എന്നെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും വളർന്നു വന്ന വഴികളിൽ ഉജ്ജ്വലമായ
ഒരു വ്യക്തിത്വം മനസ്സിൽ സൂക്ഷിക്കുന്നത് നിരക്കരച്ചനെ പറ്റി മാത്രമാണ് എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം ചെയ്യും ഔദ്യോഗിക ലൈഫിൽ. അതോടൊപ്പം തന്നെ നിരക്കരച്ചോടൊപ്പം തന്നെ ഞാൻ ഓർമ്മ വയ്ക്കുന്നത് സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ മാതാപിതാക്കളോടൊപ്പം അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി നിശ്ചയം കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കൂടാതെ ഞാൻ ആദ്യ അധ്യാപകനായ റെവറൻഡ് പി ജോസഫ് എന്ന് പറയുന്ന അച്ഛൻ എങ്ങനെ ആയിരിക്കണം ഒരു അധ്യാപകനെന്ന് കൂടെ പറഞ്ഞു തരുമായിരുന്നു. അത് ജീവിതത്തിൽ നന്നായിട്ട് സ്വാധീനിച്ചു. സാർ അധ്യാപകനായി ആദ്യം ജോലി ചെയ്ത കോളേജ്, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായും വളരെ എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പാസ്സായി 16-ാമത്തെ ദിവസമാണ് ദൈവം എന്നെ ഒരു കോളേജ് അധ്യാപകനാക്കി മാറ്റിയത്. മനസ്സിലേറെ ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ച് അവസാനം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പാറൽ കോളേജ് അധ്യാപനം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നതാണ്. അപ്പോഴാണ് ഞാൻ ആനക്കല്ല് പള്ളിയുടെ അക്കൗണ്ടൻ്റും ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകുന്നതിന് കാരണമായി. ആദ്യ ക്ലാസ് എന്ന് വിളിക്കുന്നത് 1990 ജനുവരി 31 തന്നെയാണ്. ഏകദേശം ഒരു 140 കുട്ടികളിരിക്കുന്ന ഒരു ഫസ്റ്റ് ഇയർ പ്രീഡിഗ്രി ക്ലാസ്. ആ ക്ലാസ്സിലേക്കാണ് എന്നെ കൊണ്ട് ഒരു അധ്യാപകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പോലുള്ള സെമിനാറുകളും ഒന്നും എടുത്ത് പരിചയമുള്ള നല്ല മോഡൽ ക്ലാസ്സുകളൊന്നും എടുത്ത് നമുക്ക് പരിചയമില്ല. അപ്പോൾ അക്കൗണ്ടൻസിയാണ് ഏറ്റവും ആദ്യം എടുക്കേണ്ടി വരുന്നത്. ആ ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ ക്ലാസ്സിൻ്റെ സൈഡെല്ലാം ഈ പരമ്പ് വെച്ച് മറച്ചിരിക്കുന്നതാണ്. അര പ്രൈസ് മാത്രമാണുള്ളത്. പുറകിലിരിക്കുന്നവരൊക്കെ ഭയങ്കരമായ മീശയൊക്കെ പിരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ബാക്കിലിരിക്കുന്നവർ. പക്ഷേ എന്നേക്കാളും പ്രായമുള്ളവർ പോലും അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്. അപ്പം ആ ഒന്നാമത്തെ ദിവസം ദൈവം ഭയങ്കരമായ ഒരു കരുണയാൽ വലിയ കുഴപ്പമില്ലാതെ ഒന്നാമത്തെ ദിവസം എടുക്കാൻ സാധിച്ചു. ആ ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് നൽകിയ ആത്മവിശ്വാസം പിന്നീട് ജീവിതത്തിൽ ഉടനീളം നല്ല പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കുന്നതിന് സഹായിച്ചു. ആ ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ മങ്ങാതെ നിൽക്കുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഇന്നത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സാർ പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ നേരം നമ്മളൊരു പക്ഷേ ഒരു ഡിസ്കഷൻ തന്നെ നടത്തേണ്ട ഒരു ടോപ്പിക്കാണ്. അന്നത്തെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് വിളിക്കുന്നത് കുട്ടികളെല്ലാം തന്നെ വളരെ ഫ്രീ ആയിട്ടുള്ള മൈൻഡുള്ളവരാണ് ഒരു ഭൂരിപക്ഷവും. ആകമാന ക്യാമ്പസുകളിലൊക്കെ ക്യാമ്പസ് പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. ബാക്കി അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമല്ല. ദീർഘമായി നടന്നു വരുന്ന കുട്ടികൾ, ഞാൻ പോയ കോളേജിൽ ദീർഘമായി നടന്ന് വരുന്ന കുട്ടികളാണുള്ളത്. അപ്പോൾ ബസ്സിലൊക്കെ കയറി ഭയങ്കര പ്രതിസന്ധികളൊക്കെ ഉള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. പുതിയ കാലത്തെ ആ കാലത്തെ കുട്ടികളെല്ലാം ബഹുഭൂരിപക്ഷം ഇന്നസെൻ്റാണ്. പുതിയ കാലത്തെ കുട്ടികളും ഇന്നസെൻ്റാണ്. പക്ഷെ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അന്നത്തെ കുട്ടികളും ഇന്നത്തെ കുട്ടികളും തമ്മിൽ അറിവിൻ്റെ അളവനുസരിച്ച് നോക്കുമ്പോഴും അനുഭവങ്ങളുടെ അറിവനുസരിച്ച് നോക്കുമ്പോഴും ധാരാളം ഒരു അന്തരം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതലായി കാണുന്നത് ആ കാലഘട്ടത്തെ കുട്ടികൾ എല്ലാവരും അധ്യാപകരെ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കാലമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പുതിയ കാലത്ത് ഇല്ലെന്നല്ല, പുതിയ കാലത്തിലുണ്ട്. പക്ഷെ അവർക്ക് വേറെ ഈ ചാറ്റ് GPT അങ്ങനെയുള്ള ഒത്തിരി നോളജ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ അളവ് അല്പം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. എങ്കിലും ട്രൂ അധ്യാപകരെ ഇന്നും ആളുകൾ ആദരിക്കുന്നു. സ്വകാര്യ ജീവിതവും ബാല്യകാലവും കോളേജ് ജീവിതത്തിനെ കുറിച്ച് കുറച്ച് പറയാം. തീർച്ചയായിട്ടും പറയാൻ പറ്റും. ബാല്യകാലം എന്ന് വിളിക്കുന്നത് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് ആനക്കല്ല് ഗവൺമെൻറ് LP സ്കൂളിലാണ്. ആനക്കല്ല് ഗവൺമെൻറ് LP സ്കൂളിൽ എന്നെ ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടി വന്നത് എൻ്റെ അപ്പനല്ല. അപ്പന് കൃഷിക്കാരനായതുകൊണ്ട് സാധാരണ കാർഷിക കുടുംബത്തിൽ ഒരുപക്ഷെ ജീവിതത്തിൽ 18 മണിക്കൂറും ഞങ്ങളെ തീറ്റിക്കൂറ്റുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ജോസഫ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കല്ലമ്പള്ളി കുഞ്ഞപ്പൻ എന്നാണ്. അദ്ദേഹമാണ് അന്നമ്മ എന്ന് വിളിക്കുന്ന ആണ് എൻ്റെ അമ്മ. അപ്പോൾ അവർ വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ നിലാവത്തും പണിയെടുത്താണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് എൻ്റെ ബ്രദർ തോമസ് കല്ലമ്പള്ളിയാണ് എന്നെ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത് ആനക്കൽ സ്കൂളിലാണ്.
4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ 5 തൊട്ട് 7 വരെ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് സ്കൂളിൽ, അത് യു പി സ്കൂൾ മാത്രമേ ഉള്ളൂ, അവിടെയാണ് പഠിച്ചത്. ഹൈസ്കൂൾ പഠിച്ചതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ കാഞ്ഞിരപ്പള്ളി എന്നറിയപ്പെടുന്ന കുന്നേൽ സ്കൂൾ എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് പ്രീ ഡിഗ്രി ബികോമും എംകോമും ഞാൻ പഠിച്ചത് കാഞ്ഞിരപ്പള്ളി സെയിൻറ് ഡോമിനിക്സ് കോളേജിലാണ് പഠിച്ചത്. എംഫിൽ എന്ന് വിളിക്കുന്നത് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിലും PhD എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം എന്ന് വിളിക്കുന്നത് നന്നേ ഒതുങ്ങി സ്വന്തം കാര്യം മാത്രം നോക്കി വന്ന ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. ബാക്കി കാര്യങ്ങളൊന്നും ഇടപെടാതെ, കാരണം ജീവിതത്തിൽ പഠനത്തിന് അപ്പുറത്തേക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെയും സഹായിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഒതുങ്ങി. കോളേജ് ലൈഫിലും അങ്ങനെയാണ്. കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിലോ ഒന്നും കാര്യമായി പങ്കെടുക്കാതെ, കോളേജ് രാഷ്ട്രീയങ്ങളിലൊന്നും പങ്കെടുക്കാതെ പഠിച്ച് ജയിച്ച് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എത്തണം എന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ബികോം വരെ ആലോചിച്ചിരുന്നെങ്കിലും സെക്കൻഡ് ഇയർ ബികോമിലേക്ക് വന്നപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കോളേജ് അധ്യാപകനാകണം എന്ന ഭയങ്കരമായ ആഗ്രഹത്തെ തുടർന്ന് ജീവിതചര്യ തന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ സ്റ്റഡി ലീവ് എന്ന് വിളിക്കുന്ന 3 മാസമൊക്കെയാണ്. ഈ 3 മാസം 18 മണിക്കൂർ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് അവിശ്വസനീയമായി പോലും തോന്നിയേക്കാം. ഞാൻ എന്നും ആത്മാർത്ഥതയോടെ പറയാൻ സാധിക്കും, 18 മണിക്കൂർ പഠിച്ചുകൊണ്ട് മാത്രമല്ല, ഞാൻ പരീക്ഷ കഴിയുമ്പോഴും പരീക്ഷയ്ക്ക് മുമ്പും ഒരു ദിവസമൊക്കെ പള്ളിയിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം കാഞ്ഞിരപ്പള്ളി അക്കര പള്ളിയിൽ, അതോടൊപ്പം തന്നെ ഭരണങ്ങാനം പള്ളിയിൽ, അതുപോലെ ചങ്ങനാശ്ശേരിയിലെ കാവട്ടവേദന പള്ളിയിലും ഒക്കെ പോയി ഒരു ദിവസം ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ശക്തിയും ബലവും കരുത്തും, ഒപ്പം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനകളും ബ്രദറിൻ്റെയൊക്കെയും സഹോദരന്മാരുടെ എല്ലാവരുടെയും സഹോദരന്മാരെല്ലാവരുടെയും സ്വാധീനം. പ്രത്യേകിച്ച് ഞങ്ങൾ 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അവരിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അത് ആ സഹോദരന്മാർ, ഒരാൾ സിസ്റ്ററാണ്, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സഹോദരൻ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിൽ പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരുമിച്ചാണ് കോളേജിലൊക്കെ പോയിട്ടുള്ളത്. അദ്ദേഹം ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറായിട്ട് പഠിക്കുന്നു. ഇതാണ് എൻ്റെ കോളേജ് ലൈഫിനെ പറ്റിയുള്ള ഭയങ്കരമായ അവിസ്മരണീയമായ സംഭവങ്ങൾ. അക്കാഡമിക് ഒഴികെ ഒന്നും കാര്യമായി നേടിയെടുത്തിട്ടുള്ള കാലഘട്ടങ്ങളല്ല ബാല്യകാലവും കോളേജ് ലൈഫും എന്ന് വിളിക്കുന്നത്. അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി റോൾ മോഡലായതെങ്ങനെ? അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി പറയുമ്പോൾ തന്നെ ഭയങ്കര ഹരം തോന്നുന്ന ഒരു പേരാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ. കാരണം അദ്ദേഹത്തിൻ്റെ വാക്വിലാസം, അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം, ഭയങ്കരമായൊരു വാഗ്മി, വാക്കുകൾ കൊണ്ടും പ്രാസങ്ങൾ ഒളിപ്പിച്ച് അമ്മാനമാടുന്ന അസാധാരണ വാഗ്മിയായിരുന്നു അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി. കൂടാതെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയുടെ MLA 26 വയസ്സുള്ളപ്പോൾ ആകുന്നത്. ഇത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതീതിയാണ്. അപ്പം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പഞ്ചായത്ത് മെമ്പറാകുന്നു. തൊട്ട് 3 മാസങ്ങളുള്ളിൽ കാഞ്ഞിരപ്പള്ളിയുടെ MLA 1980 ജനുവരി മാസം 21-ാം തീയതി അദ്ദേഹമാവുന്നു. അപ്പോൾ 9ൽ പഠിക്കുന്ന ഒരു ബാലനായ വ്യക്തി വീട്ടിൽ തന്നെ അസാധാരണമായൊരു പ്രതിഭയെ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിന് മുമ്പ് KSCയുടെയൊക്കെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര പ്രസംഗകനാണെന്ന് അറിയാമെങ്കിലും ഇത്രയും വലിയൊരു വ്യക്തിത്വമാണ് എന്ന് മനസ്സിലായില്ല. അദ്ദേഹം MLA ആയപ്പോൾ, ഞങ്ങളുടെ ചെറിയൊരു വീടൊക്കെയാണ്, MLA ആയപ്പം വരുന്നവർക്കെല്ലാം അദ്ദേഹം കാപ്പി കൊടുക്കും. കൂടാതെ അദ്ദേഹത്തിന് സീൽ എടുത്തു കൊടുക്കണം, ലെറ്റർ ഹെഡ് എടുത്തു കൊടുക്കണം. അപ്പോൾ രാവിലെ സമയങ്ങളെല്ലാം എന്നെയാണ് അദ്ദേഹം ഇങ്ങനെ കൂടെ ചേർത്ത് ഇരുത്തും. അപ്പം സമൂഹത്തിലെ വലിയവരും പാവപ്പെട്ടവരും വരുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു, വലിയവർ പറയുന്ന വലിയ ചർച്ചകളൊക്കെ അദ്ദേഹം നടത്തുന്നു. ആ സമയത്തെല്ലാം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൈഡിൽ അദ്ദേഹത്തിന് വേണ്ട കാപ്പിയും വെള്ളവും എടുത്തു കൊടുത്തും ആളുകൾക്കും
കാപ്പികളൊക്കെ എടുത്തു കൊടുത്തും ലെറ്ററൊക്കെ എടുത്തു കൊടുത്തും അതേ ലെറ്ററുകളിലൊക്കെ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ അടൂർ തോമസ് കല്ലമ്പള്ളി MLA കാനഡിൽ സീൽ അടിച്ചു കൊടുക്കുന്നത്. വലിയൊരു അംഗീകാരം വരെയാണ് നമ്മൾ സീൽ അടിച്ചു കൊടുക്കുന്നത്, അതേ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ കാണാൻ സാധിച്ചത് ഈ അടൂർ തോമസ് കല്ലമ്പള്ളി MLA ആയതുകൊണ്ടും അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. ബികോമിന് ഞാൻ ഏറ്റവും ഉയർന്ന മാർക്കിൽ പാസ്സായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു CA കാരനായ നിന്നെ ഞാൻ ചെന്നൈ കൊണ്ടേ ചേർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അത് CA കാരനാകണം എന്നെനിക്ക് ആഗ്രഹമില്ല, കാരണം എനിക്ക് ആഗ്രഹം അധ്യാപകനാകാനാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻ്റണീസ് കോളേജിൻ്റെ ആരംഭത്തിൽ ചേർത്ത് നിർത്തിയത് നെൽപ്പലച്ചനോടൊപ്പം തന്നെ അസാധാരണമായി നമ്മൾ എന്നെ ചേർത്ത് പിടിച്ചു. ചെറുതും വലുതുമായ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചർച്ച ചെയ്യുമായിരുന്നു. അത് ആ കാലത്തൊരു ഭയങ്കര അംഗീകാരമാണ്. കാരണം വളരെ 24-25 വയസ്സൊക്കെ ഉള്ള ഒരാളോട് വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ചർച്ച ചെയ്യുന്നു, വലിയ വലിയ തീരുമാനങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നു. ആ ചേർത്ത് നിർത്തൽ ജീവിതത്തിൽ എന്നും ഒരു അസാധാരണമായ അനുഭവം തന്നു. ഒരിക്കലും മായാത്ത, ജീവിതത്തിൽ മായാത്ത ഒരു പേരാണ് ഒരു തോമസ് കല്ലമ്പള്ളി. കൂടാതെ 1990 ഞാൻ അധ്യാപകനാകാനുള്ള കാരണം എന്ന് വിളിക്കുന്നതും മാർക്ക് മാത്രം പോരാ, അത് റെക്കമെൻഡേഷനോടെ വേണമായിരുന്നു. അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ അസാധാരണമായി എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളിയും എൻ്റെ സഹോദരനും ഉമ്മൻചാണ്ടി സാറും തമ്മിലുള്ള ബന്ധം ആണ്. ഉമ്മൻചാണ്ടി സാറ് മേലികാവിൽ എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തു. അപ്പം അത് ജീവിതത്തിൽ പ്രധാനമായും ഒരു കാര്യമാണ്. പിന്നീട് ഞങ്ങളുടെ ലൈഫിലേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളുമായി ബന്ധം വരാൻ ഇടവരുത്തിയതും ഈ തോമസ് കല്ലമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. പിന്നീട് KA തോമസിനെ പോലുള്ള വ്യക്തിത്വങ്ങളൊക്കെ ജീവിതത്തിൽ ഭയങ്കരമായി, ശ്രീ PC ജോർജ് ജീവിതത്തിൽ ഭയങ്കര സ്വാധീനിക്കാനൊക്കെ ഉണ്ടായ കാരണങ്ങൾ ഈ ബാല്യകാലങ്ങളിൽ തന്നെ ഇവരൊക്കെ ആയിട്ട് ഇടപെട്ട് സംസാരിക്കാനും ഇടപെടാനും സാധിച്ചു എന്നുള്ള ആ ഒരൊറ്റ കാരണം നമ്മളെ ഏറെ വ്യത്യസ്തനാക്കി. കോളേജ് അധ്യാപകന് ഈ ചേർത്ത് പറയുമ്പോൾ ഈ കോളേജ് അധ്യാപകന് ഒരു തോമസ് കല്ലമ്പള്ളിയോടൊപ്പം തന്നെ ശ്രീ പ്രൊഫസർ മാത്യു വർഗീസിനെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ MCOM പഠിക്കുമ്പോൾ അദ്ദേഹമാണ് ഞാൻ ലീവ് എടുത്തു തരാം, നിനക്ക് ഇവിടെ തന്നെ അധ്യാപകനാകാൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഇന്നും മനസ്സിലുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി എന്ന് വിളിക്കുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് എന്നുള്ള യാതൊരു സംശയം. റോൾ മോഡലുകളെ പറ്റി പറയുമ്പോൾ ശ്രീ ബെന്നി തോമസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അസാധാരണ പ്രതിഭയാണ്. ഈ കോളേജിൻ്റെ ചെയർമാൻ എന്നതിലുപരി എൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ച അസാധാരണമായ ഒരു സഹകരണ മനോഭാവമുള്ള ഒരു ഫിലാന്ത്രോപിക് സ്പിരിറ്റുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബെന്നി തോമസ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളോ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളോ ഒന്നും ജീവിതത്തിൽ എനിക്ക് കാര്യമായ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ പുതിയ തലമുറയിൽ അദ്ദേഹം എല്ലാ തലമുറയ്ക്കും വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പുരുഷ ശ്രേഷ്ഠനാണ് എന്നതിൽ സംശയമില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ അങ്ങേയറ്റത്തെ ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കൂടാതെ ഈ കോളേജ് ഇന്ന് കാണുന്ന ഈ ഉയർച്ചയിലേക്ക് നയിച്ചതും വന്നതും ശ്രീ ബെന്നി തോമസിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും അദ്ദേഹത്തിൻ്റെ ടീം പ്ലെയർ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത മനോഭാവവുമാണ് ഈ കാണുന്ന രീതിയിലേക്ക് ഈ സെൻറ് ആൻ്റണീസ് കോളേജ് വളർന്ന് ഇന്ന് നാടിനും നാട്ടുകാർക്കും ഏറെ പ്രയോജനം നൽകുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയത്. അതുകൊണ്ട് ഞാൻ ശ്രീ ബെന്നി തോമസിനെ ഏറെ ആദരവോടെ എൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമായി ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്.